പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതും അമേരിക്കയുമായി ബന്ധപ്പെട്ടതാണ് വിനോദ്. അത് തൻ്റെ നമുക്കറിയാം ഒമാൻ എന്നുള്ളത് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, സംശയമില്ല. പക്ഷേ ഒമാൻ ഭരണകൂടം കഴിഞ്ഞ കുറേ ദിവസമായി ഇറാനുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്. ഇറാൻ പ്രഖ്യാപിക്കുന്നത് തങ്ങളും ഒമാനും ചേർന്ന് ഹോർമുസ് നിയന്ത്രിക്കുമെന്നും അതിനുള്ള വളരെ പ്രധാനപ്പെട്ട നിബന്ധനകൾ അതിന് രൂപം നൽകിക്കഴിഞ്ഞുവെന്നും അതിൻ്റെ കരാറുകൾ ഏതാണ്ട് അന്തിമ രൂപത്തിലാണ് എന്നും ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കുമെന്നുമാണ്. അതായത് ഹോർമുസ് കടലിടുക്കിന് നിയന്ത്രണം പൂർണ്ണമായും ഒമാനും ഇറാനും, അതായത് ഹോർമുസിലേക്ക് കടക്കുന്ന കപ്പലുകളെ ഇറാൻ നിയന്ത്രിക്കും, തിരിച്ചു വരുന്ന കപ്പലുകളെ ഒമാൻ നിയന്ത്രിക്കും. പക്ഷേ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമേരിക്കയുടെ ട്രംപിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് തങ്ങളുടെ ഇറാനുമായുള്ള ചർച്ചകൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു രാജ്യമായി ഒമാൻ മാറുന്നു എന്നുള്ളതാണ്. ഇത്തരം ചർച്ചകൾക്ക് തടസ്സം നിന്നാൽ ഒമാനെ ബോംബിട്ട് തകർക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഭീഷണി. ഫോക്സ് ന്യൂസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഭീഷണി ഫോണിൽ കൂടി ട്രംപ് നടത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വിരുദ്ധാഭാസം എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒന്ന്, ഈ ട്രംപ് പ്രത്യേകിച്ച് US സഖ്യരാജ്യമാണ് ഒമാൻ എന്നുള്ളതാണ്. അവർക്ക് ബേസൊക്കെ ഉണ്ട് അവിടെ. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണം ഏതാണ്ട് തങ്ങളുടെ പക്കൽ വേണമെന്നുള്ള നിർബന്ധം ട്രംപിനുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഇത്തരം ബോംബിട്ട് തകർക്കുമെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആഗോളതലത്തിൽ എണ്ണവിലയിലൊക്കെ വലിയ വർധനവുണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ചെറിയ കാര്യമല്ലല്ലോ വിനോദ് ഇത്. തങ്ങളുടെ സഖ്യകക്ഷിയെ പോലും ആക്രമിക്കുമെന്ന് പറയുന്ന തരത്തിലേക്ക് ട്രംപിൻ്റെ പ്രവൃത്തി മാറുന്നത്. രഞ്ജിത്ത്, ഇതുവരെയുള്ള പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ആകെ തുക പരിശോധിച്ചാൽ അമേരിക്കയ്ക്ക് അവഗണന എന്നത് തന്നെയാണ് നമുക്ക് ആകെ അതിൽ ഒരു ചിത്രമായി കാണാൻ കഴിയുന്നത്. കാരണം ഇസ്രായേൽ ഇപ്പോൾ അമേരിക്ക പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നു. അതേസമയം തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒമാൻ്റെ ഭാഗത്ത് നിന്ന് ഒമാനും ഇറാനും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തുകയാണ്. അതായത് ഹോർമൂസ് പ്രധാനമായും വരുന്നത് രണ്ട് കരകളിലായി വരുന്നത് ഒമാൻ്റെയും ഇറാൻ്റെയും തീരങ്ങളാണ്. ആ തീരത്ത് ഇപ്പോൾ പരമ്പരാഗതമായ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതയുണ്ട്. അതിന് ബദലായി ഒമാൻ തീരത്തോടുകൂടി ചേർന്ന് മറ്റൊരു പാത, അതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ പാത ഇറാൻ അംഗീകരിക്കുന്നുണ്ട്. മലാക്കയിൽ ഉൾപ്പെടെ ഈ പണപ്പിരിവ്, കപ്പലുകളിൽ നിന്ന് പണം വാങ്ങുന്നത് പോലെ അതൊരു സംഭാവന എന്ന നിലയ്ക്കാണ് മലാക്ക കടൽ ഇടുക്കിലൊക്കെ ഈ പണം വാങ്ങുന്നത്, നിർബന്ധിത പിരിവല്ല. ആ തരത്തിൽ തരാൻ കഴിയുന്ന കപ്പലുകൾ തരട്ടെ, അത് രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കാം എന്ന വ്യവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ അമേരിക്കയുടെ ആവശ്യം പോലുമില്ല. ഇങ്ങനെ ഒരു കടലിടുക്കിൽ ഒരു പാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാനോ ഇറാനോ അമേരിക്കയുമായി ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല എന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങൾ എത്തുന്നു. നമ്മളിവിടെ കാണേണ്ട കാര്യം രഞ്ജിത്ത്, ഒരു രാജ്യം സഖ്യരാജ്യമാണ്. ഒമാൻ തീരത്താണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത്. നമ്മൾ അടുത്ത വാർത്ത അതാണ് നമ്മൾ എടുക്കുന്നത്. ഇബ്രാഹിം ലിങ്കൺ പോലുള്ള ഒരു കപ്പൽ ആകെ ഈ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ അടുത്തത് ഒമാൻ തീരത്ത് മാത്രമാണ് ഒരു തവണ അടുത്തത്. അങ്ങനെ സൈനിക കേന്ദ്രങ്ങളുള്ള അമേരിക്കയുടെ പടക്കപ്പലുകൾ അടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് നൽകുന്ന ഒരു രാജ്യമാണ് ഒമാൻ. ഒമാൻ പോലും അമേരിക്കയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാനുമായി ഒരു സഖ്യത്തിലേക്ക് പോവുകയാണ്. ഇസ്രായേൽ ആകട്ടെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന യാതൊരുവിധ നിർദ്ദേശവും അംഗീകരിക്കുന്ന നിലയിലല്ല പോകുന്നത്. അതായത് പരമപുച്ഛം മാത്രമാണ് ഈ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കയോട് എന്ന തരത്തിലാണ് ചിത്രം തെളിയുന്നത്. അമേരിക്കയിൽ വലിയ പ്രതിഷേധവും ട്രംപിനെതിരെ വരുന്നുണ്ട്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് രഞ്ജിത്ത്, റോയിട്ടേഴ്സ് നടത്തിയ സർവേ, അതിൽ 33% ട്രംപിൻ്റെ ജനപിന്തുണ ഇടിഞ്ഞിരിക്കുന്നു. ഈ മാസം ആദ്യം ഒരു സർവേ നടത്തിയപ്പോൾ അത് 35%. പശ്ചിമേഷ്യൻ യുദ്ധം അടക്കമുള്ള കാര്യങ്ങളിൽ വൈറ്റ് ഹൗസിൻ്റെ നടപടികളെ 64% ആളുകൾ എതിർക്കുകയാണ്. അവിടെയാണ് നവംബറിൽ ഈ ട്രംപ് സർക്കാരിൻ്റെ ഇടക്കാല ജനഹിതം പരിശോധന, അങ്ങനെ ഒരു ഹിതപരിശോധന വരികയാണ്. അവിടെ ട്രംപിന് മറ്റ് ബുദ്ധിമുട്ടുണ്ടാകില്ലെങ്കിലും ഈ സർക്കാരിൻ്റെ പ്രവർത്തനം മോശമാണ് എന്നൊരു പ്രതീതി ഉണ്ടാകുന്നത് വരും തിരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണ്, ട്രംപിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാകും. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിച്ച് പോകാൻ ട്രംപ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ട്രംപ് പ്രകോപിതനാകുന്നത് എങ്ങനെയെങ്കിലും ഹോർമൂസിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ താൻ ശ്രമിക്കുമ്പോൾ തന്നെ മറികടന്ന് ഇറാനും ഒമാനുമായി മറ്റൊരു കരാർ ഒപ്പിടാൻ പോകുന്നു. അവർ ഹോർമൂസിൽ അധികാരം പങ്കുവയ്ക്കുന്നു. അത് തുറക്കാനുള്ള നിലയിലേക്ക് പോകുന്നു. ഒരു റോളുമില്ലാതെ പുറത്ത് കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വരുന്ന ട്രംപിൻ്റെ അവസ്ഥ. അവിടെയാണ് ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഈ അശ്ലീല പദപ്രയോഗമൊക്കെ ട്രംപ് നിയന്ത്രണം വിട്ട് പറയുന്നത്. നേരത്തെയും ട്രംപ് ഇങ്ങനെ അസഭ്യം പറഞ്ഞിട്ടുണ്ട്, ഇറാനിലെ നേതാക്കളെ പറഞ്ഞിട്ടുണ്ട്, ആ രാഷ്ട്രത്തെ അസഭ്യം പറഞ്ഞിട്ടുണ്ട്. പച്ചത്തെറി വിളിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത് കണ്ടു. നമ്മൾ ട്രൂത്ത് സോഷ്യലിലൊക്കെ കണ്ടതാണ്. ഹോർമൂസിനെ കുറിച്ചൊക്കെ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ. അങ്ങനെ നിലവിട്ട് പോകുന്ന നിലയിലേക്ക് ട്രംപ് എത്തുന്നു. ഒരു രാജ്യവും ട്രംപിന് വില കൽപ്പിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ആകത്തുക. രഞ്ജിത്ത്, തീർച്ചയായും
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.